Elaneer Chicken Biryani ki Elaneer ഒഴിക്കാതെ എന്ത് ചിക്കൻ ബിരിയാണി ചിക്കൻ ഫില്ല് ചെയ്യുക നെയ്യ് കിഡു മണാണ് കേട്ടോ പ്രത്യേക ഒരു കുക്കിംഗ് സ്കില്ലാണത് സൂപ്പറായിട്ടുണ്ട് ഏവർക്കും വണ്ടർഫുളിലേക്ക് സ്വാഗതം ഞാൻ അബു നമ്മളിന്നൊരു കിടിലൻ ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ കയ്യിൽ കാണുന്ന ഇളനീര് കൊണ്ട് നമ്മളിന്ന് ഇളനീർ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നത് ഇതുപോലുള്ള കിടിലൻ വീഡിയോ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് പോകാം ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം നമ്മുടെ ഇളനീര് നുറുക്കി വെച്ച കോഴിയിറച്ചി 2 തക്കാളി ഒരു 4-5 പച്ചമുളക് ഒരു നാരങ്ങ 2 വലിയ ഉള്ളി നമ്മുടെ പട്ട ഗ്രാമ്പ് പൊടിച്ച് വളരെ കുറച്ച് ഇത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒരു നുറുക്കിയെടുത്ത പേസ്റ്റാണ് നമ്മുടെ മുളക് പൊടി 1 ടേബിൾ സ്പൂണ് ഉപ്പ് 1 ടേബിൾ സ്പൂണ് മല്ലിത്തഴ നമ്മുടെ പുതിന നമ്മുടെ കശുവണ്ടിയും മുന്തിരിയും പിന്നെ ബിരിയാണി മസാലയായ തൈക്കോലം പട്ട ഗ്രാമ്പു ജാതിപത്രി അതൊക്കെയാണത് പിന്നെ നമ്മുടെ മൈദ ബോൾ പിന്നെ പുഴുങ്ങി വെച്ച ബസ്മതി റൈസ് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഇറച്ചി നന്നായിട്ട് കഴുകിയെടുക്കാം നമ്മുടെ ഇറച്ചി റെഡി ആയിട്ടുണ്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം നമുക്ക് ഉള്ളി മുറിക്കാം ഉള്ളി നമുക്ക് ഇലയിലേക്ക് മാറ്റാം അടുത്ത് നമുക്ക് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്യാം നമ്മുടെ തക്കാളി ഇലയിലേക്ക് മാറ്റി കൊടുക്കും ഇപ്പം 4 പച്ചമുളകുണ്ട് അതിന് നമ്മൾ 4ആയിട്ട് മുറിച്ചെടുക്കാം പച്ചമുളക് നമുക്ക് ഇലയിലേക്ക് മാറ്റാം നമ്മുടെ നാരങ്ങ ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഇളനീര് വെട്ടിയെടുക്കാം നല്ല ഫ്രഷ് ഇളനീരാണ് നമ്മുടെ കസിൻ്റെ തോട്ടത്തു നിന്ന് ഇട്ടതാണ് പൊട്ടിച്ചെടുക്കാം കിടുക്ക ചെയ്യുന്നുണ്ട് അപ്പം അടുത്ത ഇളനീര് നമുക്ക് വെട്ടിയെടുക്കാം പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുപ്പ് കൊളുത്തിയെടുക്കാം നമ്മുടെ മണ്ണെണ്ണ ഒഴിച്ചാണ് അടുപ്പ് കൊളുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മുടെ മൺചട്ടി വെച്ച് നമുക്ക് നമ്മുടെ കശുവണ്ടി ഉള്ളിയൊക്കെ പൊരിച്ചെടുക്കാം ചൂടായ നെയ്യിൽ നമ്മൾ കശുവണ്ടി ഇടുന്നുണ്ട് അതൊന്ന് പൊള്ളി വരുമ്പോൾ അടുത്ത് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം നമ്മൾ കോരിയെടുക്കാം അടുത്ത് നമ്മൾ നെയ്യിൽ ഉള്ളി മൊരിച്ചെടുക്കുക ഉള്ളി നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇലയിലേക്ക് മാറ്റാം സെറ്റ് അടുത്ത് നമുക്ക് ചട്ടി വെച്ചിട്ട് നമ്മുടെ ചിക്കൻ മസാല റെഡിയാക്കി എടുക്കാം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ബിരിയാണി മസാല ഐറ്റംസായ തൈക്കോലം പട്ട ഗ്രാമ്പ് ജാതിപത്രി അതൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഒപ്പം പച്ചമുളക് ഇട്ട് കൊടുക്കുക അടുത്ത് നമ്മുടെ അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഇതിനൊന്ന് വഴറ്റിയെടുക്കുക അടുത്ത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി സെറ്റാക്കി എടുത്തിട്ട് അടുത്ത് നമുക്ക് മുളക് പൊടി ഉപ്പ് പട്ട ഗ്രാമ്പ് പൊടിച്ച പൊടി ഇതൊക്കെ കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ മസാലേൻ്റെ കളറ് ഇടുക്കാച്ചായിട്ട് മാറി തുടങ്ങും അടുത്ത് നമുക്ക് തക്കാളി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ മസാല തക്കാളിയൊക്കെ നന്നായി ഒന്ന് ഉടഞ്ഞ് വന്ന ശേഷം നമ്മുടെ ചിക്കൻ എടുത്ത് ഇട്ട് ചിക്കൻ ബിരിയാണിക്കുള്ള
മസാല റെഡിയാക്കാം. അടുത്ത് നമ്മൾ നുറുക്കി വെച്ച ഇറച്ചിനെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി നമ്മുടെ ചിക്കൻ ബിരിയാണിക്കുള്ള ഇളനീർ ചിക്കൻ ബിരിയാണിക്കുള്ള മസാല സെറ്റാക്കി എടുക്കുക. ചിക്കൻ മസാല അപ്പോൾ നമ്മൾ കുറച്ച് ഇളനീർ വെള്ളം ഒഴിച്ച് കൊടുക്കുക നമ്മുടെ ചിക്കൻ വേകാൻ വേണ്ടിയിട്ട്. ഇളനീർ ചിക്കൻ ബിരിയാണിക്ക് ഇളനീർ ഒഴിക്കാതെ എന്ത് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണേ? അപ്പോൾ നമ്മൾ എന്തായാലും ഇളനീർ ഒഴിച്ചിട്ടാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നാരങ്ങ ഫുള്ളായിട്ട് ഒരു നാരങ്ങ ഫുള്ളായിട്ട് പിഴിഞ്ഞ് കൊടുക്കുക. നമ്മുടെ ഇളനീർ ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഫൈനൽ ടച്ചായി നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ കൂടെ നമ്മുടെ പുതിനയും മല്ലിത്തഴയും ഒക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി സെറ്റാക്കി എടുത്ത് വെക്കാം നമുക്ക്. ചിക്കൻ റെഡി ആയിട്ടുണ്ട്, നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഇളനീരിൽ ബിരിയാണി നിറയ്ക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ ഇളനീരിൽ ഒരു ലെയർ കുറച്ച് നമ്മുടെ ബസ്മതി റൈസ്, നമ്മളത് വേവിക്കുമ്പോൾ ബസ്മതി റൈസ് വേവിക്കുമ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്, അത് ഫില്ല് ചെയ്യുക. അടുത്ത ലെയർ നമ്മുടെ ചിക്കൻ മസാലയോടെ കൂടെ ചേർത്ത് കുറച്ചെടുക്കുക, അതിൽ ഫില്ല് ചെയ്യാം. അതിൻ്റെ അടുത്തത് വീണ്ടും ഒരു ലെയർ ബസ്മതി റൈസ്, പിന്നെ വീണ്ടും നമ്മുടെ ചിക്കൻ. ഇപ്പം നന്നായി ഫില്ലാകാൻ വേണ്ടി ഒന്ന് അമർത്തി കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. പിന്നെ വീണ്ടും കുറച്ച് ബസ്മതി റൈസ്, പിന്നെ കുറച്ച് ചിക്കൻ. അപ്പോൾ അതൊക്കെ ആയില്ല. ഇനി കുറച്ചും കൂടി ഫൈനൽ ടച്ചിന് കുറച്ച് ബസ്മതി റൈസ് നിറച്ചിട്ട് ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കുക. ശേഷം നമ്മുടെ മല്ലിയില കുറച്ചിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്, ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച നെയ്യ് എടുത്തിട്ട് നമ്മുടെ ബിരിയാണിൻ്റെ മേലെ കുറച്ചിങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ ബിരിയാണി വെന്ത് വരുമ്പോൾ കിടുകാച്ചി മണം ഉണ്ടാവും. എന്നിട്ട് നമ്മുടെ എടുത്ത് വെച്ച ബേ ലീഫ് ഉണ്ട്, പച്ച ബേ ലീഫാണ്, അത് കുറച്ച് നമ്മളിങ്ങനെ മേലെ ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ തേക്കില വെച്ചിട്ടാണ് നമ്മളിതിനെ മൂടാൻ പോകുന്നത്. നിങ്ങൾക്ക് വാഴയില വെച്ച് വേണമെങ്കിലും മൂടാം, എങ്ങനെയാണ് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മളെന്തായാലും ഇവിടെ കുറച്ച് തേക്കിലൊക്കെയുള്ളതുകൊണ്ട് തേക്കിലൊക്കെ ഉപയോഗിക്കൽ കുറേ പഴയ സെറ്റപ്പാണ് ഈ തേക്കില ഉപയോഗിച്ചുള്ള പാചകമൊക്കെ. അപ്പോൾ നമ്മളെന്തായാലും ഒന്ന് തേക്കില വെച്ച് നമ്മുടെ ഇളനീർ ബിരിയാണിൻ്റെ ടോപ്പ് മൂടിയിട്ടുണ്ട്. അടുത്ത് നമ്മൾ കുഴച്ച് വെച്ച മൈദ ഇങ്ങനെ എടുക്കുക, എടുത്തിട്ട് നമ്മുടെ ഇളനീരിനെ നമ്മൾ സീൽ ചെയ്യുക. ഇതൊരു ദം പ്രോസസ്സ് പോലെയാണ്. ഇങ്ങനെ സീൽ ചെയ്ത് നമ്മൾ തീയിൽ ചുട്ടെടുക്കാനാണ് പോകുന്നത്. അങ്ങനെ ചുട്ടെടുക്കുന്ന സമയത്ത് പുകയോ ഒരു സെറ്റപ്പും ഒരു സാധനവും അകത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സീൽ ചെയ്യാൻ മൈദ വെച്ച് സീൽ ചെയ്യുന്നുണ്ട്. ഒരു ഇളനീർ ബിരിയാണിൻ്റെ സീലിംഗ് കഴിഞ്ഞു. അടുത്ത് നമുക്കിതുപോലെ സെറ്റായിട്ട് സീൽ ചെയ്തെടുത്ത് നമുക്ക് ചുട്ടെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരി, പിന്നെ പൊരിച്ചു വെച്ച ഉള്ളി, ഇറച്ചി എടുക്കുക, വീണ്ടും ചിക്കൻ ഫില്ല് ചെയ്യുക. ചിക്കൻ ഫില്ല് ചെയ്തിട്ട് ഫൈനൽ ലെയറായിട്ട് കുറച്ച് റൈസ്, ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച നെയ്യ്, ആ നെയ്യ് ഇങ്ങനെ കുറച്ച് ഒഴിച്ചെടുക്കുക. ഏകദേശം ഒരു 1-1.5 കരണ്ടി നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റായിട്ട് നമ്മൾ സീൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇളനീർ ബിരിയാണി ചുട്ടെടുക്കാം. അപ്പോൾ ഇളനീർ പതുക്കെ വെച്ച് കൊടുക്കാം. നമ്മുടെ ഇളനീർ ബിരിയാണി പതുക്കെ റെഡിയായി വരട്ടെ.
നമ്മൾ ഇതിനെ വെച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. എങ്ങനെ ഒരു 1-2 മണിക്കൂറെങ്കിലും ആവും നമ്മുടെ ഇളനീർ ബിരിയാണി സെറ്റായി വരണമെങ്കിൽ. നമ്മുടെ ഇളനീർ ബിരിയാണി കിടുവായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് പതുക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിടാം. നമ്മുടെ ഇളനീരിനെ ഉള്ളിൽ തിളയ്ക്കുന്ന സൗണ്ട് നല്ലോണം കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം നല്ലൊരു ചീന്ന് പറഞ്ഞിട്ടുള്ളൊരു സൗണ്ട് ഉണ്ട് തിളയ്ക്കുന്നതിൻ്റെ. നമ്മുടെ ഇളനീർ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ടാകും. നമ്മൾ തേങ്ങനെയൊക്കെ മാറ്റി ഒന്ന് ചൂടാറാൻ വെച്ചിട്ട് നമ്മൾ സെറ്റായിട്ട് പൊളിച്ച് നോക്കാം നമ്മുടെ ബിരിയാണി എന്താ അവസ്ഥ എന്ന് നോക്കിയിട്ട് പറയാം. അപ്പോൾ നമ്മുടെ ഇളനീർ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മൾ അതിൽ ഒരെണ്ണത്തിന് ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് അതിൻ്റെ സീലിംഗ് നമ്മുടെ ഇത് എന്താ പറയുക മൈദനെയൊക്കെ അങ്ങോട്ട് മാറ്റി ആവി വരണല്ലേ, കിഡുമായിട്ട് ഹെവി ആയിട്ട് ആവി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സാധനത്തിന് കൊട്ട. അപ്പോൾ ഒരു ചിക്കൻ ബിരിയാണി നമുക്ക് ഇങ്ങനെ പൊളിച്ചെടുക്കാം, മറ്റതിനെ നമുക്ക് മുറിച്ചെടുക്കാം. ഇങ്ങനെ നമ്മുടെ ബേ ലീഫൊക്കെ വന്നിട്ടുണ്ട്. കിഡു മണമാണ് കേട്ടോ, ആവി തെറിക്കണല്ലേ, നെയ്യിൻ്റെ മണം. ഉഷാർ തേങ്ങ പൂളോട് കൂടി എടുക്കുന്നുണ്ട്, ചുരണ്ടി എടുക്കുന്നുണ്ട് ഞാൻ. നല്ല മണം പറഞ്ഞാൽ ഹെവി. നമ്മുടെ ഉണ്ണിപ്പിള്ളേരൊക്കെ റെഡി ആയിരിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ. ഇതിൽ കാഷ്യൂവും നമ്മുടെ ഉള്ളിയും, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി ഇതൊക്കെ ഒന്ന് സെറ്റായി ഇളക്കി എടുത്തിട്ട് നമ്മുടെ പിള്ളേർക്ക് കൊണ്ട് കൊടുക്കാം. കൊടുവളം കൊണ്ട് വെട്ടിയെടുക്കാനാണ് പോണത്. പൊളിക്കാൻ പോവാണ്. നല്ല ആവി വരുന്നുണ്ട്, കണ്ടില്ലേ? കിടു സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയുണ്ട് നമ്മുടെ ഇളനീർ ബിരിയാണി. കണ്ടില്ലേ? അവിടെ നോക്കിയേ, തേങ്ങയൊക്കെ ഇതിൽ ഒട്ടിപ്പിടിച്ചു ചൂട് കാരണം. കണ്ടോ ഇളനീര് കണ്ടോ ഇങ്ങനെ കൊഴുന്ന് അതിൻ്റെ ഇത് വന്നിരിക്കുന്നത്. നമ്മൾ ഇളനീർ ബിരിയാണി സെർവ് ചെയ്യാണ്. കണ്ടാ കിടു, ഹെവി സൂപ്പർ മണം ഉണ്ട് കേട്ടോ, ചാൻസ് ഇല്ല. തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഒരു പ്രത്യേക ഒരു എന്താ പറയുക കുക്കിംഗ് സ്കില്ലാണിത്. നമ്മുടെ ബേ ലീഫ് ഇതിനൊക്കെ ഒന്ന് മാറ്റിയിട്ട് ബിരിയാണി ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമ്മൾ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇളനീർ ചിക്കൻ ബിരിയാണി നമ്മളൊരു ഇളനീരിൻ്റെ ഷെല്ലിൽ തന്നെയാണ് വെച്ചിട്ട് നമ്മുടെ ഉണ്ണിപ്പിള്ളേർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. കിടു നമുക്കിത് നമ്മുടെ ഉണ്ണിപ്പിള്ളേർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം, എങ്ങനെയുണ്ട് നോക്കട്ടെ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഇളനീർ ചിക്കൻ ബിരിയാണി നമ്മുടെ ഉണ്ണിപ്പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ട്. അവർ കഴിച്ചിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് പറയും. നമ്മുടെ വീഡിയോയിൽ സ്ഥിരമായി വരുന്ന ആൾക്കാരാണ് അഫ്സൽ, അജ്മൽ, ഏട്ടനും അനുജനാണ് അവർ രണ്ടുപേര്. കഴിക്കി അഫ്സൽ, അജ്മൽ, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. നിങ്ങൾ തേങ്ങൻ്റെ ഉള്ളൊക്കെ ബിരിയാണി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് ഇതുപോലെ? ഇല്ല അല്ലേ? കഴിക്കി അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ എടുത്ത് നന്നായി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. വെന്തിട്ടുണ്ടല്ലോ അല്ലേ അരിയൊക്കെ? ഇറച്ചിയിൽ എല്ലൊന്നും ഇല്ല കേട്ടോ. അപ്പം നന്നായി കഴിച്ചോ, അടിപൊളിയായിട്ട്. എങ്ങനെയുണ്ട് രാജ്മല? ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ടോ? ഇറച്ചിയൊക്കെ നന്നായി വന്നിട്ടുണ്ടല്ലോ അല്ലേ? നന്നായിട്ടുണ്ട്. സ്പെഷ്യലായിട്ടുണ്ടോ? നീ കഴിഞ്ഞ വീഡിയോയിൽ ഇതേപോലെയാണല്ലോ പറഞ്ഞത് സ്പെഷ്യലായിട്ടുണ്ട് ഇത്. നീ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ എന്നാണ് ഉദ്ദേശിക്കണത് അല്ലേ? ഓക്കെ നടക്കട്ടെ. അപ്പോൾ നമ്മുടെ മക്കൾ കഴിക്കി
നമ്മൾ പോയി കഴിച്ചിട്ട് മറ്റുള്ളവർക്ക് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയട്ടെ കേട്ടോ. ശരി എന്നാൽ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇളനീർ ചിക്കൻ ബിരിയാണി റെഡിയായി. നമ്മുടെ ഉണ്ണിപ്പിള്ളേർ കൊടുത്ത് അവർക്ക് കഴിച്ചിട്ട് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു, ഒരാൾക്ക് സ്പെഷ്യലായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ പറയാം. സംഗതി അടിപൊളി മണമുണ്ട്. നമ്മുടെ ഇളനീർ ചിക്കൻ ബിരിയാണി ഒന്ന് ആവാൻ കുറച്ച് സമയം പിടിക്കും, കാരണം നമ്മൾ തീയിലൊക്കെ ചുടുന്നതുകൊണ്ട് കുറച്ച് സമയം പിടിക്കും. നമ്മൾ ഇളനീർ ചിക്കൻ ബിരിയാണി ഇളനീരിൻ്റെ ഒരു ശല്യം തന്നെ ഇട്ടിട്ടാണ് കഴിക്കുന്നത്. ഇതിൻ്റെ കൂടെ തേങ്ങയുണ്ട് കേട്ടോ. എന്താ ഈ തേങ്ങനെ ചുരണ്ടി എടുത്തിട്ടാണ് ഞാൻ ഇപ്പോൾ കഴിക്കാൻ പോകുന്നത്. നല്ല മധുരം. മേ ബി ഇളനീരിൻ്റെ ആ തേങ്ങനെ മധുരമായിരിക്കും. മുന്തിരി, അടുത്ത് അണ്ടിപ്പരിപ്പ്, ചിക്കൻ. സത്യം പറയാലോ, കിഡു ടേസ്റ്റ് താനേ കണ്ണടഞ്ഞു പോകണം. നമ്മൾ തേങ്ങയോടെ കൂടി ചുരണ്ടിയിട്ട് കഴിക്കണം. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, കണ്ടല്ലോ അല്ല, ഒരു വൈറ്റ് കളർ കാണാം, അത് തേങ്ങയാണ് അല്ലേ? യെസ്, അത് തേങ്ങയാണ്. തേങ്ങയോടെ കൂടി ചുരണ്ടി എല്ലും കഷ്ണം. ചാൻസ് ഇല്ല ഫ്രണ്ട്സ്, വേറെ ലെവൽ ടേസ്റ്റാണ്. നമ്മുടെ ബിരിയാണി റെസിപ്പിയൊക്കെ ഓൾമോസ്റ്റ് എല്ലാത്തിലും ഉണ്ടാക്കുന്ന സെയിം തന്നെയാണ്. പക്ഷെ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന വിധം, അവിടെയാണ് അതിൻ്റെ വ്യത്യാസം. അതുപോലെ നമ്മുടെ ചിക്കൻ മസാല ഉണ്ടാക്കുന്ന സമയത്ത് ഇളനീരിൻ്റെ വെള്ളം ഒഴിച്ചിട്ടാണ് ചിക്കൻ മസാല ഉണ്ടാക്കിയിരിക്കണം. അതുമല്ല, ഈ ഇളനീരിൻ്റെ ഷെല്ലിൽ തന്നെ ഇട്ട് കഴിക്കുമ്പോൾ അതിന് പ്രത്യേക മണമല്ല, മണത്തിനേക്കാളും ബെസ്റ്റ് അതിൻ്റെ ടേസ്റ്റാണ്. ഇളനീരിൻ്റെ ആ മധുരം, പിന്നെ നമ്മുടെ ബിരിയാണീൻ്റെ ടേസ്റ്റ്. സത്യം പറയാലോ, ഇതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഐറ്റമാണ്. ഇതൊക്കെ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ ശരിക്കത്തെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്കും ഒരു കിടിലൻ ഐറ്റമാണ്. അപ്പോൾ നോക്കിയേ, കണ്ടോ, ഇളനീര് ഒരു ബൾക്കായിട്ട് ചുരണ്ടി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇളനീരും കൂടി ചേർത്ത് കഴിക്കണം ഫ്രണ്ട്സ്, എന്നാലേ ഇതിൻ്റെ ശരിക്കത്ത് നമ്മുടെ ഇളനീർ ചിക്കൻ ബിരിയാണിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. തീർച്ചയായും നിങ്ങൾ ഈ നമ്മുടെ ഇളനീർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം, വീട്ടിൽ ഉണ്ടാക്കിയിട്ട് വെറുതെ പ്ലേറ്റിലിട്ട് കഴിക്കരുത്. അതെൻ്റെ സ്പെഷ്യൽ റിക്വസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒരു ഇളനീരിൻ്റെ പീസ് എടുത്തിട്ട് അതിനകത്ത് നമ്മുടെ ഇളനീർ ചിക്കൻ ബിരിയാണി ഫില്ല് ചെയ്ത് ഈ തേങ്ങയും കൂടെ ചേർത്ത് പീൽ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ബിരിയാണിക്ക് കൂടെ വെച്ച് കഴിക്കണം. എന്നാൽ മാത്രമേ ശരിക്കും നമ്മുടെ ഈ ഇളനീർ ചിക്കൻ ബിരിയാണിയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഒന്നൊന്നര കിടിലൻ ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏവർക്കും നമ്മുടെ ഈ ഇളനീർ ചിക്കൻ ബിരിയാണി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വെറൈറ്റി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ഫ്രണ്ട്സ്.